അപ്പം ധനം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് നമ്മളിലേക്ക് വരണം. അതാണ് ശരിക്കും ധനാത്മകത എന്ന് പറയുന്നത്. ധനം എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യപ്പെടരുത്. എന്ന് വെച്ചാൽ ലിമിറ്റ് ചെയ്യാത്ത പോലെ ഉള്ള ധനം നമുക്ക് നമ്മളിലേക്ക് വരുത്താനായിട്ട് പറ്റണം. ഈ ധനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്താണ്? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് അല്ലേ? ധനം എന്ന് പറയുന്നത് ഒരു എനർജി തന്നെയാണ്. അപ്പം നമ്മൾ എന്താണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ പറ്റി നോക്കിയാൽ, നമ്മുടെ മനസ്സിനെ പറ്റി നോക്കിയാൽ, നമ്മുടെ ചിന്തകളെ പറ്റി നോക്കിയാൽ അവിടെ എല്ലാം ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് പോയാൽ എന്താ കാണുന്നത്? നമ്മുടെ കോശങ്ങളെ കാണാം. കോശങ്ങളുടെ ഉള്ളിൽ ആറ്റങ്ങളെ കാണാം. ആറ്റങ്ങളുടെ ഉള്ളിൽ എന്ത് കാണാം? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കാണാം. അതിൻ്റെയും ഉള്ളിലേക്ക് എന്ത് കാണാം? സയൻസ് അവിടെ നിന്നും ഉള്ളിൽ പോയി കോർക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയും കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? അവിടെ നിന്നും ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അവിടെ എനർജിയാണ്. അപ്പം ധനം എന്താണ്? എനർജിയാണ്. അപ്പം നമ്മളുടെ എനർജിയുടെ ഫ്രീക്വൻസിയും ധനത്തിൻ്റെ എനർജിയുടെ ഫ്രീക്വൻസിയും ഒന്നായി തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫ്രീക്വൻസികൾ തമ്മിൽ ആകർഷിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് എന്താവും? നമ്മളിലേക്ക് ശരിയായ ധനാത്മകതയെ കൊണ്ടുവരാൻ പറ്റും.